മാന്യമഹാജനങ്ങളെ, ഞങ്ങളുടെ യൂട്യൂബ് ആസ്വാദകരെ, ഏവർക്കും ഞങ്ങളുടെ ഒരു പുതിയ കുക്കറി ഷോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോണ വാസിലേ ഞാൻ പറഞ്ഞില്ലേ, തലശ്ശേരി സ്പെഷ്യൽ കായ് വറുത്തതിൽ ഇറച്ചി നിറച്ചത്. ഇറച്ചി നിറച്ചത്, അതായത് ഇതൊരു തലശ്ശേരി സ്പെഷ്യൽ ഡിഷാണ്. തലശ്ശേരിക്കാർക്ക് പോലും അറിയാത്ത സ്പെഷ്യലാണ് കേട്ടോ. കാരണം എന്ത് സാധനം ഉണ്ടല്ല, മുമ്പിൽ തലശ്ശേരി നിട്ടാൽ മതി, സാധനം കേറും. തലശ്ശേരി ബിരിയാണി, തലശ്ശേരി കോഴിക്കറി എന്നൊക്കെ പറഞ്ഞാണ്ട് തലശ്ശേരി ഇത് എന്ന് പറഞ്ഞിട്ട് ആരോ ഇട്ടുണ്ട് കമന്റ് ഇട്ടേക്കണ്. അപ്പം ഇത് തലശ്ശേരി സ്പെഷ്യൽ സാധനം ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത്. അപ്പം ഞങ്ങളിന്ന് ചെയ്യാൻ പോണെന്താ വെച്ചാൽ, നമ്മൾ 1.5 കിലോ പഴം വാങ്ങിക്കണ്. ഈ പഴം നെടുന്നനെ കീറി മുറിച്ചിട്ട് അതിക്ക് നമ്മൾ എന്ത് ചെയ്യും, ബീഫ് റോസ്റ്റ് മിക്സ് ചെയ്യാണ് ചെയ്യണത്. അപ്പം ഞാനിതിൻ്റെ റെസിപ്പി നോക്കുമ്പോൾ ബാക്കിയുള്ളതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റണതാണ്. പക്ഷെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ നല്ല പണിയാണ്. മല്ലിയും മുളകും ഉപ്പും ഉള്ളിയൊക്കെ കറക്റ്റ് അളവിൽ ചെന്നാലേ സാധനമായിട്ട് വരുള്ളൂ. അപ്പോൾ ഇറച്ചി ഞാൻ സ്വയം ഉണ്ടാക്കിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ മുന്നിലേക്ക് എത്തില്ല എന്നുള്ളതിൻ്റെ 100% ഉറപ്പായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പീടിയിൽ പോയി വാങ്ങി ബീഫ് റോസ്റ്റ് വാങ്ങി എടുത്തോക്ക്. അപ്പൊ ബീഫ് റോസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്തു, ഇതൊരു മുന്നേറ്റായി. മോശം വരൂല, അത്രേ ഉള്ളൂ. മറ്റേത് ഇറച്ചിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയ പാളിയല്ലേ, ചില്ലറ വൻ നഷ്ടമാവും, ഉന്നക്കായി പോലെ ആവില്ല. അപ്പൊ കൂട്ട് സെറ്റായി. അപ്പൊ ഇതിക്ക് നമുക്ക് വേണ്ടത് 1 പാക്കറ്റ് MDMA, അപ്പസോഡ, അതുപോലെ നല്ല ഇതെന്താണ് മൈദ. അപ്പൊ മൈദ, അപ്പസോഡ, അപ്പക്കാരം, അതുപോലെ 1.5 കിലോ പഴം, 1.5 കിലോ നേന്ത്രപ്പഴം, നല്ല പൊറോട്ട കൂട്ടി തിന്നാലോ. മറന്ന് പൊറാട്ടി കൂട്ടി സാധനം അടിച്ചു. അല്ല, ഇത് ഇങ്ങനെ വെച്ചിട്ടേ അല്ല, ഇത് നമ്മളിന്നുണ്ടാക്കും സെറ്റല്ലേ. അപ്പൊ ഇതെങ്ങനെ വരുന്ന അറിയോ, ഇതിൽ വേറൊരു സാധനം ഞാൻ കണ്ടിരിക്കണ വാസിലേ. എന്താണ്? അളക്ക് കത്തിരിക്കട്ടെ കേട്ടോ. പാത്രം എല്ലാം വേണ്ട, നമുക്കൊരു 6 മതി. കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും വേണം ഉന്നക്കായ പറഞ്ഞിട്ടുണ്ടല്ലോ. 3 വെളിച്ചക്കാണ് ഉന്നക്കായ കൂട്ടിയത്, ആരും കൂട്ടിയത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവൾക്കൊക്കെ രൂപം കണ്ടിട്ട് പറ്റാതായി. പക്ഷെ തിന്നോല് വന്ന അഭിപ്രായം പറഞ്ഞേ കിട്ടില്ല സാധനം. എനിക്ക് ഇന്നലെ വിളിയെന്ന് സാധനം ഉണ്ടാക്കി തരാനോ 100 ഒരു തുറവിക്ക് ഓർഡർ എന്നാ നിങ്ങൾ എത്തിച്ചു പറയുമ്പോ തിരക്കിലായി പോയി, പരിപാടി പോവാണ് പറഞ്ഞ്. അതല്ല, ഒരു ഇടവണ്ണപ്പുറത്തൊക്കെ കാണിക്കാൻ അരീക്കോട് ഭാഗത്തേക്ക് കൊടുക്കോ. നമ്മളിപ്പോ മാമതൊക്കെ ഭീഷണിയാവും സാധനം ഉണ്ടാക്കി കൊടുത്താൽ. വെറുതെ നമ്മള് ഓലൊരു സെറ്റപ്പ് ആക്കി കൊണ്ടുവരാം. അപ്പൊ അവിടേക്ക് നമ്മള് വെറുതെ നമ്മളെ സാധനങ്ങൾ ഇറക്കിയിട്ട് ഒരു ചെറിയ നമ്മളിന് വേറെ ബിസിനസ്സിൽ ഇടപെട്ടിട്ട് അങ്ങനെ നമുക്ക് ഒന്നും നടണ്ട. കഴിഞ്ഞിപ്പോ എന്താണെങ്കിലും എന്താ ചെയ്യണ്ടുള്ളൂ അറിയോ, ഓരോ നേന്ത്രപ്പഴം നടു നൈസായിട്ട് ഇത് 6 6 എടുത്തോ, 6 എടുത്തോ. നടു നല്ല വലുപ്പത്തിൽ ഇങ്ങനെ കീറി കൊടുക്കുക. ഇത് കീറിയ കാണുന്നില്ലല്ലോ എവിടെയാ. അതല്ല, ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് എങ്ങനെ ഇറച്ചി ഇത് കീറിയിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് എന്താ സംഭവം മനസ്സിലായി. ഇതിന്റെ ഫോട്ടോ കാണിച്ചു തരും ആദ്യം. അത് എങ്ങനെ ഇടയ്ക്ക് ഇപ്പൊ കാണിച്ചു തരാം. ആദ്യം ഇത് കീറണം, അതുവരെ എനിക്ക് ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എന്തോ സംഭവം കാണിച്ചു തരാം. ഓക്കെ, കീറി തുറക്കാൻ വെക്കണില്ലല്ലോ. ആ താത്ത ഉണ്ടാക്കിയപ്പോ കീറിയപ്പോ ഒന്നായിട്ട് തുറന്നു വന്നല്ല ആ വീഡിയോയിലോ. ഗൾഫിലുള്ള താത്തയാണോ, അതുകൊണ്ട് അവിടുത്തെ ഭയം എങ്ങനെയാണോ. കത്തിയതാണോ? ഇതും പാവളോ. ഇതിപ്പോ ഞാൻ റെഡിമെയ്ഡ് ഒക്കെ പ്രതീക്ഷ തുറക്കണ കറച്ച് തുറക്കണം കേട്ടോ. വേറെ കത്തിണ്ടോ? ഇങ്ങനെ തന്നെ കളി. ഈ ലെവലിൽ തുറക്കണ സാധനം ഇത്ര തുറന്നാൽ മതി. ഇത്ര തുറക്കുള്ളൂ. ഇത് ചെറിയ പായാണ്, കുഞ്ഞിപ്പായല്ലേ. അതല്ല, ഇതിന്റെ എന്നിട്ട് ഇങ്ങനെ പൂടി നിൽക്കുക. അത് നമ്മള് മൈദട്ട് പൂട്ടും, മൈദട്ട് ഒട്ടിച്ചു കൊട്ടിയടച്ചാ മതി. അപ്പൊ നമ്മള് കീറി എന്ത് ചെയ്യാ, ഈ ആസ്തറ്റിക് ലൈറ്റ് ആണ് നിമിഷം. ഈ ഒരു ലൈറ്റാണ് നമ്മളെ കുക്കിങ്ങിന് പ്രേരിപ്പിക്കുന്നത് അല്ലേ. ഇത് 5 മണി 5:30 നേരത്ത് വരുന്ന ഈ ഒരു തെക്കൻ ലൈറ്റ് ഉണ്ട്.
ഇത് നമ്മളെ നാട്ടിൽ മാത്രമേ കിട്ടുള്ളൂ. നമ്മളെ ഷർട്ടിലും മുടിയിലൊക്കെ തട്ടി തടഞ്ഞ് പോകുമ്പോ തന്നെ ഒരു കാറ്റ് വീശും. മറ്റേ പാട്ടിട്ട കോപ്പറേറ്റ് വരും. അപ്പൊ ഞാൻ പാടാം. അറിയുള്ളൂ കേട്ടോ. ഞാൻ അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതേമാതിരി ഉൾപ്പിളർന്ന് കീറി കേട്ടോ. ഇങ്ങനെ മതി. ഇതിന് ചിക്കൻ റോസ്റ്റ് മറ്റേ ബീഫ് റോസ്റ്റ് എന്താ ചെയ്യേണ്ട അറിയോ? മിക്സിയിലിട്ട് പൊളിച്ചു വെക്കണം. അല്ലാതെ എങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഇടേണ്ടത്? പൊട്ടിച്ചണ്ടല്ലോ അങ്ങനെ നിന്നാ പോരെ. അങ്ങനെ മതി. ഓ അങ്ങനെ പൊളി വാസിലേ. എൻ്റെ അത്യാവശ്യം വലുതല്ലേ സ്കില്ല്, വെറും സ്കില്ല്. അല്ലാണ്ട് പറയാനാ ഇത് അടക്കാന്. അഫിയ ഇതൊരു പണി ചെയ്യണം. ഒരു ഫ്ലക്സ് ക്യൂബ് കൊണ്ടോ പൊട്ടിക്കാൻ. അവിടെ ഫെവിക്കോൾ ഉണ്ടോക്ക്, അവിടെ ഫെവിക്കോൾ ഉണ്ടോ നോക്കാം അഫിയ. ഇത് എന്താ എണ്ണയില്? ഇത് എണ്ണ റോസ്റ്റാണ്. എണ്ണ റോസ്റ്റ് തളം കെട്ടി നിൽക്കുക എണ്ണ. ഇതിനൊരു ടേസ്റ്റ് വരാണ്ട് കേട്ടോ. പിന്നെ പഴം കണ്ടപ്പോ മനസ്സിലായി സീൻ സാധനമാവും. ഇത് നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കിയ സാധനങ്ങളെ പോലെ ആവില്ല. ഇതിൽ നമ്മളെ ലെവൽ മാറ്റും. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ബാഡ് ഫുള്ള് ഇതിമ്മ പോവും. കണ്ടോളി ഇല്ലേ നിങ്ങൾ പറഞ്ഞോളി. സാധാരണ നോർമൽ എനിക്ക് എന്തെങ്കിലും സജഷൻ ഈ പറഞ്ഞോ ആണോ? എന്നാലോ ഇതെന്താ ഫ്രൈഡ് റൈസോ? ഈച്ചുണ്ടോ ഇവിടെ? മണർത്താ നോമ്പൂറിട്ടാ. ഇത് ഇത് 1 2 3 4 5 6 7 ആള് എണ്ണ ഫുള്ള് അയക്കാക്കണ്ട. അയക്കാക്ക ടേബിൾ കൂടെ ഐസും കട്ടിട്ടാ മതി. ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടില്ലേ? അതൊരു വീഡിയോയിൽ ഞാൻ കണ്ടിക്കണേ. എണ്ണ ഫുള്ള് ഐസും കൂടെ പോരും. ഫുള്ള് കൊണ്ടുവാ. എന്നാ പാക്കറ്റിന് കുറച്ച് ക്യൂബ് എടുത്തു വാ. നമ്മളിപ്പോ ചെയ്യാൻ പോണെന്ന് വെച്ചാല് നമ്മള് ബീഫ് റോസ്റ്റ് ഒരു ഐസ് ക്യൂബ് ഇട്ടിട്ട് നെയ്യ് മൊത്തം ആറ്റി പൊറുക്കി എടുക്കാൻ പോവാട്ടോ. അങ്ങനെയല്ല വീഡിയോയില് കൊറേ നെയ്യുമ്പോ ഉണ്ടായി. ഞാൻ കണ്ട വീഡിയോയില് ഈ ബീഫിന്റെ ടേസ്റ്റ് കളയില്ലോ ഓരോന്നില്ലാത്ത കാട്ടിയാണ്. ഇതിമ്മ കൊടുങ്ങണില്ലല്ലോ. ഒഴിവാക്കിക്ക. പക്ഷെ അത് നല്ലോണം കിട്ടുമല്ലേ? വേണ്ട ഇടണ്ട. ബീഫ് കൊളാവും. ഐസിന്റെ പ്രശ്നം എടാ അതിമ്മ കട്ടായിട്ട് വരും. ഐസിന്റെ പ്രശ്നമാവും. ഇതാ ബീഫ് നല്ല ബീഫ് സെറ്റ് ചെയ്ത് വെച്ച ബീഫ് നമ്മൾ എന്ത് ചെയ്യാ? ബീഫ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? ഒന്ന് ചെറുതായിട്ട് മാഷ് ചെയ്ത് കൊടുക്കട്ടാ. മാഷ് പൊട്ടാറ്റോ ആക്കി എടുക്കുക ബീഫിനെ. മറ്റെങ്ങനെ തിരിച്ചിടുന്നതാണോ? ഇതെന്താ തൈര് കടയേ ബീഫ് കിട്ടാൻ? ഇത് മിക്സിയിലിടാനാ പറഞ്ഞതാത്ത. ഒറ്റടി ഇത് ഇനി മിക്സിയിലോട്ട് അടിച്ചു വേണോ? ഈ എണ്ണയൊക്കെ അവിടെ മിക്സിയിലാക്കണ്ടല്ലോ. ഇമ്മച്ചി ഇതിൽ വരുമ്പോ പിന്നെ പായേണ്ടി വരും. ബോഡിക്ക് പരിക്ക് പറ്റണ റിസ്കുകളൊന്നും നമുക്ക് വേണ്ട. ഇനി നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാൻ പോവാണ്? നല്ല ബീഫ് റോസ്റ്റ്. ബീഫ് റോസ്റ്റ് നല്ല രീതിയിൽ ഇതിൻ്റെ ഉള്ളിൽ തയ്ച്ച് പേടിപ്പിക്കുക. എടാ ആ താത്ത ഉണ്ടാക്കിയപ്പം ഇതിലാറെ ക്ലോസ് ആയിനല്ലോ. ബീഫ് റോസ്റ്റ് പോവോ വാസിലെ? ഒന്നുകിൽ പായം പോവും അല്ലേ ബീഫ്. അഫി മൈദ സെറ്റ് ചെയ്യാനുള്ള വെള്ളം എടുത്തോ. ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്താ ഈ സൂര്യ വെളിച്ചം തട്ടുമ്പോഴുള്ള സാധനം. ഇവിടുന്ന് ബാക്കിൽ നിന്ന് നിമിഷം എൻ്റെ ബാക്കിൽ നിർത്തോ. കറക്റ്റോ എൻ്റെ ബാക്കിൽ നിർത്തോക്കെ. അപ്പം നമ്മളിതാ പായത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ബീഫ് നിരനിരായിട്ട് ഇങ്ങനെ നിറച്ച് കൊടുക്കട്ടെ നൈസായിട്ട്.
എടാ അതില് ബീഫ് കുറച്ച് കൊള്ളണല്ലോ. കൊള്ളണം ഇട്ടാ മതി, ബാക്കി ചോറ് കൂട്ടാ. കത്തി കൊണ്ട് നിറച്ചിട്ടേ കത്തി കൊണ്ട് അരച്ചിട്ടാണ് ബീഫ് നൈസായിട്ട് നിറച്ചെടുത്താൽ. എന്ത് തുപ്പിലിറക്കണം കുറേ നേരമല്ലേ, സൗണ്ട് എനിക്ക് ഇങ്ങോട്ട് കേൾക്കണ്ടല്ലോ. ഇതൊക്കെ കണ്ടിട്ടേ ഇമ്മമാരൊക്കെ സമ്മതിച്ചു. അങ്ങനെ ഇറക്കാൻ പാടില്ല, അങ്ങനെ ഇറക്കാൻ പാടില്ല, ഞാനായിട്ട് ഇറക്കണല്ലേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കൂലട്ടാ, അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. കൊതി വിടുകയാണേ. അപ്പം ഉമ്മാരൊക്കെ എങ്ങനെ അടുക്കളിലുണ്ട്, എല്ലാവരും വെള്ളം ഇറക്കണ്ടാവും അല്ലേ, പിന്നെ ഇവർക്ക് ശീലമായതുകൊണ്ട് ചിലപ്പോൾ ഇറക്കണ്ടാവില്ല. ഓ, നമ്മളൊന്നും ഒരിക്കലും നോമ്പ് കാലത്ത് അടുക്കളയിൽ കയറാൻ പറ്റില്ല, നോമ്പൊക്കെ പറന്ന് പൊട്ടും. സാധനമൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്ത് ഒരു സ്പൂൺ എടുത്ത് നിറച്ച പാസില എപ്പോ തുടങ്ങിക്കണേ ഇതാട്ടോ. ഇതേപോലെ നമ്മള് ഇത് ജന നിറച്ചാ ഫുള്ള് ഇവിടെ ചള. അപ്പോൾ സാധനം നമ്മളിത് ഫില്ല് ചെയ്ത് കയറ്റിയിട്ടാ കണ്ടോളിട്ടാ. സാധനം നമ്മൾ കഴിഞ്ഞ സാധനം നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് പണിയിനി. ഈ സാധനം നമ്മൾ എന്ത് ചെയ്തില്ല, ഡിഫിക്കൽട്ടി ഒന്നുമില്ല. സാധനം പോയി പീടിന്നാണ് വാങ്ങി. പീടിന്ന് വാങ്ങിയതാണെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന രുചി കേട്ടതിന്. ആ നല്ല സൗണ്ട് കേൾക്കണ്ടേ, വെള്ളം ഇറക്കണം കൊറേ നേരായി. ഈ മൈദപ്പൊടിന്റെയും ഇതിന്റെ ഒക്കെ റോളപ്പളാ നോക്കാൻ വെച്ചാ. മൈദപ്പൊടിക്കേ കുറച്ച് നിറച്ച് വെക്കാം, പാളിച്ചണ്ട. അതിന് ആദ്യം വെള്ളം എടുക്കലേ, ആദ്യം പൊടി ഇട്ടിട്ട് അയക്ക് വെള്ളം പാരലാണ്. ആ അല്ല, ആദ്യം വെള്ളം എടുത്തോണ്ട് അയക്ക് പൊടി ഇടലാ. വെള്ളം ചിന്തി ആറിനുള്ളൂ. ഇത് തികയില്ലട്ടോ ഇവിടെ എല്ലാവർക്കും. ഇത് പോലെ ടേസ്റ്റ് ആവട്ടോ, ഉന്നക്കായ് പോലെ ആവില്ല. അത് വിജയിക്കും, നമുക്ക് 2 കൂടി എടുക്കാം. ഇതില് സാധനം ഉണ്ടല്ലോ. ഈ മൈദപ്പൊടി ഫുള്ള് ഇട്ടല്ലേ? ഫുള്ള്. ആ എത്ര മൈദ ഉണ്ട്? 200. അത് മതി, കുറച്ചുകൂടി ഇട്ടോ. വെള്ളം വരുമ്പോ ആകെ അരി കിട്ടോ. ആ താത്ത മൈദട്ട പാത്രം കുറച്ച് വലിയ പാത്രം, അതിൽ എന്നിട്ട് മുക്കി എടുക്കേണ്ട താത്ത. ആണോ? അപ്പൊ അത് ഫുള്ള് ഇടേ? അല്ല, പാത്രം വലുതാക്കണം തോന്നുന്നു. മുട്ട ഇട്ടീനോ താത്ത? അങ്ങനെ മുട്ട ഇടല്ലേ, മുട്ടായി കിട്ടീനോ? മനസ്സിലായി, മുട്ട പൊട്ടിച്ചിട്ടല്ലേ? മുട്ട പൊട്ടിച്ച് മൈദ കലക്കിട്ടല്ലേ ഇടല്? എടാ കോഴി മുട്ട. ആ പറയ്. ഇത് ഈ പാത്രത്തിൽ മുങ്ങൂല, ഈ വലിയ പായൊന്നും. നമുക്ക് അതാ പറഞ്ഞേ, വീതി ഇവിടെ പാത്രം എടുക്ക്. അതിലും പക്ഷെ അതില് പൊടി തീരണ്ടാവില്ലല്ലോ, കുഴപ്പമില്ലല്ലേ? കുറച്ച് മൈദപ്പൊടിയും കൂടി കൊണ്ടുവന്നിട്ട് അല്പം. ഇത് മതി. ഒരു ഷെഫ് ഒരു സാധനം പറഞ്ഞാൽ കൊണ്ടുവരണം ഹോട്ടലുകാര്. ഇമ്മല്ലട്ടൊന്ന് ചോദിച്ചാലും പറയാനൊന്നും. ഒന്നായിട്ട് വരട്ടോ, പേസ്റ്റ് മതി ആക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പോലെ ആക്കണത്. എടാ അയക്ക് ഇതിണ്ട്, അപ്പസോഡ ഉണ്ടേ? പച്ച മൈദ ആയാല് പിന്നെ പുട്ട് വരിക കിട്ടോ. എടാ ഈ അപ്പസോഡ അപ്പസോഡ ഉണ്ടേ? പുട്ടുംപൊടിയെ വാങ്ങി ഇവിടെ പുട്ടുംപൊടിയെ വാങ്ങി കൊടുത്ത മൈദക്ക് വെക്കലും. അല്ലടാ മൈദ തന്നെയാണ്. എടാ ഇത് അപ്പസോഡ ഉണ്ടേ? അപ്പസോഡ ഒരു നെറ്റിപ്പുള്ളി ഇല്ല. അപ്പസോഡ ഒരു ഞുട്ടിപ്പുള്ളി ഇടണം, ഒരു പിഞ്ചിട്ടോ അപ്പസോഡ. അപ്പസോഡ മറ്റേ പൊരിയണത് കൂടാനാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ സാധനം. എന്താണ് ആയിരിക്കും അറിയോ? അത് കണ്ണൂർ ബോംബ്. അതിന്റെ കമന്റിലാ പറഞ്ഞേ. ഏതാ ഡിഷ് ഞാൻ ചോദിച്ചേ, ഇതെങ്ങനെ ഉണ്ടാക്കാം? അത് കിട്ടില്ല സാധനം. ഇത് കണ്ണൂർ ചട്ടിയിലോട്ട് പൊട്ടി തെറിച്ച ആ താത്ത ഉണ്ടാക്കുമ്പോല്ലേ മൈദ ഇങ്ങനെ വെള്ളം പോലെ ഇനി നമ്മള് പൊറാട്ട പോലെ ആയത്. എന്തോന്ന് കൂട്ടാൻ മറന്നു. എന്താ കൂട്ടഞ്ഞി അപ്പസോഡ തലേന്ന് ഇട്ടിരിക്കുന്ന സാധനല്ലേ ഈ ദോശക്കൊക്കെ? ഞാൻ വിളിച്ചു കറക്റ്റ് പൊറാട്ടൻ്റെതായി. അന്റെ അമ്മനോട് ചോദിച്ചോക്ക്. അല്ല വിളിച്ചോക്കല്ലേ അന്റെ മക്കളി ഇന്റെ അമ്മച്ചി ഉറങ്ങാണേ. ഇവിടെ ഉറങ്ങാ അന്റെ മക്കളി അതല്ലേ ഞങ്ങൾ നീപ്പിച്ചാത്ത്. നമുക്ക് ബാസിലെ മനെ വിളിച്ചോക്കട്ടാ, എന്താ പറയണേ? അതിന് നമ്മളെന്താ ഉണ്ടാക്കണ പറഞ്ഞു കൊടുക്കാതെ എന്താ പറഞ്ഞില്ല. ഫോൺ കിട്ടണില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ, ടീച്ചർ വിളിച്ചാലോ?
ബിഷർ ടീച്ചർ ഉന്നക്കായ വ്ളോഗാണ് ചിരിച്ച് ചേർത്തിക്കണേ. ടീച്ചറോട് എന്ത് ചോദിക്കാം? ഒരു ടേസ്റ്റ് വരും കഴിക്കണല്ലോ. പരിവൊക്കെ അയക്കണ പക്ഷെങ്കിലേ ഇതെന്താ ഒട്ടണ്? പിന്നെ മൈദ ഒട്ടൂലേ? ഇതാണ് ടീച്ചർ തിരക്കിലാണോ? ഇതാണ് നമ്മള് പള്ളേക്ക് കയറ്റണേ അല്ലേ? വെറുതെ നമ്മളെന്താ ഉണ്ടാക്കണോ വേഗം വിളിക്ക്, സ്പീക്കർ ഇട്. തിരക്കിലാണോ ചോട്ടാ? ആദ്യം ഇല്ലെങ്കിൽ നമുക്ക് വേറെ ആൾ വിളിക്കാം. ഇത് സെറ്റായി, ഇതാ താത്താൻ്റെ പോലത്തെ ആയി. ഇത് സെറ്റായിട്ടോ. ഇങ്ങനെയല്ലേ? അപ്പം നീ വിളിക്കണോ? ഇത് കുറച്ചുകൂടി വെള്ളം പാരാ അല്ലേ നിമിഷ? എന്നാ ടീച്ചർ തിരിച്ചു വിളിച്ചാ ഇതിൽ മുക്കി. അപ്പൊ ഈ അപ്പസോട എന്തിനാ വാങ്ങിയത്? അതൊരു ഇത്തിരി പൊട്ടിച്ചണേ. ഇതൊക്കെ തുള്ളിട്ടളാ ഇത് ഇങ്ങനെ ഇടല്. അപ്പൊ തുള്ളി എവിടെ നോക്കിയാണ് പഠിച്ചിക്കണേ? അല്ല ഇതില് അതൊന്നും ഇട്ടിട്ടില്ല, അപ്പസോട ഒന്നും ഇട്ടിട്ടില്ല. പറഞ്ഞാട്ടോ നല്ല സൂപ്പറായിട്ട് പൊരിക്കും പറഞ്ഞു. ആണോ? എന്നാ അപ്പസോട നല്ലോട്ടോ പൊരിയണ്ടേ? ഒരു ഞെട്ടിപ്പുള്ളി ഇത്തിരി പോന്ന ചുണ്ണി. എടാ ഈ മോട്ടർ ഉണ്ട്. പൊള്ളൂട്ടോ അപ്പസോട. അത്യാവശ്യം ഇതൊന്ന് ശരിക്കും ഇതാക്കിക്ക. അപ്പൊ നമുക്ക് ഇതിക്ക് പാമ്പരിന്റെ മസാലയ്ക്ക് എന്ത് ചെയ്യാ? മൈദയിൽ മുക്കിയിട്ടാണ് നമ്മൾ സാധനം പൊരിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇതില് തുള്ളി ഇത് ഉണങ്ങാൻ വെക്കണ്ടേ? മസാല തേച്ചിട്ട് അല്ല മൈദ ഒട്ടി പിടിച്ചോണ്ടേ? മൈദ ഒട്ടി പിടിച്ചാൽ പിന്നെ സിമെന്റ് വരിയാവും. അതിന്റെ മുന്നേ പൊരിച്ചെടുക്കണം. കോൺക്രീറ്റ് മൈൻ്റെ അതേമാതിരില്ലേ പാചകം? പാക്കറ്റ് പൊളിച്ചാണ്ടാക്കി മൈദ നല്ല പൊറാട്ട മസാല പോലെ ആയിട്ടാ. പൊറാട്ട ഉണ്ടാക്കിയാലോ ഒരു ദിവസം അടിച്ചടിച്ച്. കല്ല് വേണം. എത്ര തുള്ളിട്ടോ? മതിയാവുമ്പോ പറഞ്ഞോ. തുള്ളിയും കൂടി ഇട്ടോ. തുള്ളിയും കൂടി ഇട്ടോ. അത് കുറച്ചുകൂടി ഇട്ടോ. കുറച്ചുകൂടി ഇട്ടോ. ബേക്കിംഗ് സോഡയാണ്. മതി കുറച്ചുകൂടി ഇട്ടോ. കുറച്ചുകൂടി മതി. ഇതെന്താ കുറേ ഉണ്ടാവും. തുള്ളി ഇട്ടിട്ടുള്ളേ ഇത്രയും മൈദയൊക്കെ ആവണ്ടേ? അപ്പൊ നമ്മളിത് മിക്സ് നിമിഷം കാണിച്ചു കൊടുത്താ. ഇതേ ഇതിന്റെ ക്രെഡിറ്റ് ഫുൾ എനിക്ക് എന്തേ? കാരണം ഇത് എന്താ സാധനം ഞാൻ അതുവരെ കണ്ടിട്ടില്ല. അതിപ്പോ കാണിച്ചു തരാം എനിക്ക്. ഞാൻ കൂടി തരുന്നുണ്ട്. അപ്പൊ എടാ ഇനി പായം നടക്കണോ? ഇപ്പൊ നമ്മള് എന്തൊക്കെ സെറ്റ് ചെയ്തറിയാം? ബീഫ് സെറ്റ് ചെയ്തു. ഒരു പായം കൂടി കയറിക്കാൻ വലിയ പായം കേട്ടോ. ബീഫ് ബാക്കിയുണ്ടല്ലോ വലിയ മാന. അതിന്നൊരു പായം എടുത്തല്ലോ വലുത്. അതിൽ വലിയ പായുണ്ട്. മൈദ കേട്ടോ സെറ്റായി വന്നു. മൈദ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് എനിക്ക് കിട്ടാം. അത് കുഴപ്പമില്ല. എണ്ണയും മുക്കി മേടിച്ചുമ്പോൾ പൈത്തോളം ചട്ടി കടന്നു പറ്റുള്ളൂ. എടാ അത് ആയില്ല, തീരെ ആയില്ല. ഇതിന്നൊരു വലുതെടുത്തോളാം. തൊലി ഇതിൽ കുറച്ചുകൂടി വെള്ളം പാരല്ലേ? മുങ്ങി പൊരിയണ്ടേ? ഇതിൽ നമുക്ക് വലിയ റിസ്ക് ഇല്ല അല്ലേ? അടുത്ത നമുക്ക് റിസ്ക് ഇല്ല കേട്ടോ. മട്ടൻ മന്തി വരുന്നുണ്ട് നമ്മളെ. പിന്നെ ബീഫ് സുർബിയാൻ വരുന്നുണ്ട്. ഇത് കറക്റ്റാ താത്ത ഉണ്ടാക്കിയ ആ ഫോമക്ക് വന്ന സാധനം. ഇങ്ങനെയാണ് താത്ത അതിമക്ക് മസാല വെച്ച് പിടിപ്പിച്ച് സെറ്റ് സാധനം. തലശ്ശേരി ഇല്ല? തലശ്ശേരി ഇല്ലാന്ന് തോന്നുന്നത്. ഇത് തലശ്ശേരി ബീഫ് കായിൽ ബീഫ് നിറച്ചത്. തലശ്ശേരി കായിൽ ബീഫ് നിറച്ചതാണ് ഈ സാധനം കേട്ടോ. തലശ്ശേരിക്കാർക്ക് പോലും അറിയാത്തൊരു സാധനമാണ് ഈ സാധനം കേട്ടോ. കയ്യിലെടെ സ്പൂണ് അതിരുത്തള അതിൽ വെച്ചളാ. അത് ഞാൻ കുറച്ച് ഇത് ചെയ്തതാ, ഇടിച്ചതാണ്. ഇതോ അതൊക്കെ എനിക്ക് കിട്ടിയ ഇടിച്ചാത്തതാണ് തോന്നുന്നു. ഇത് തികയോ? 1 2 3 4 5 6 7 ഒന്നുകൂടി ഉണ്ടായിക്കളാ. എന്തായാലും ഇപ്പൊ എണ്ണക്കും സാധനം വേണ്ടേ? ടേസ്റ്റ് കൂടിയിട്ട് പിന്നെ ഒന്നും കൂടി ഉണ്ടോ ചുമ്മാ എടുത്തരണ്ടല്ലോ. ഇത് ഹോട്ടലല്ല ഉണ്ടാക്കി. ബ്രൂസും ഡോബിയൊക്കെ ഉണ്ടല്ലോ. ബ്രൂസും ഡോബിയൊക്കെ എന്തിനാ വളർത്തണേ? പിന്നെ ഇവിടെ എന്തൊരു പരീക്ഷ നടത്തിയാലും മൊജീറ്റോ കേടത്തിൻ്റെ പട്ടി കൊണ്ടേ കൊടുത്ത ആളാണ് ഈ പറയുന്നത്. മൊജീറ്റോ ഉണ്ടാക്കിയാണ്ട് കേടന്നണ്ടേ പട്ടിനെ കൊണ്ട് കുടിപ്പിച്ചേക്കാം മൊജീറ്റോ. ആലോചിച്ച് നോക്കി പട്ടി മൊജീറ്റോ കുടിച്ചണ ആ സീന്. ഓനാണ് നമ്മളെ. അതിലേറെ വെച്ചിട്ടുണ്ടാവും പയന്നറോ പട്ടി. ലോക്കൽ തീക്ക് ഇറങ്ങിയോ? എന്റെ സാധനങ്ങളുടെ പേരും ഇതൊന്നും അറിയില്ല. ഇനി ഇവന്റെ ഐഡിയ എന്താ അറിയോ?
ലോകത്ത് എവിടെ ഇല്ലാത്ത സാധനങ്ങൾ കണ്ടുപിടിക്കുക എന്നിട്ട് അത് ഇവിടെ കൊടുത്തിട്ട് വിലയേറിയ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുക എന്നിട്ട് ഒരു അന്തപ്പെട്ട ടേസ്റ്റിൽ നമ്മളെ തിന്നുക എന്നിട്ട് അവൻ പറയും ഇത് ഈ ഒരു യൂറോപ്യൻ ടച്ച് ആണ് ഇതിന്റെ സ്റ്റൈൽ എങ്ങനെയാണ് എന്ത് ചെയ്യാ നമുക്ക് അതിനെ തന്നെ പറയാം ഇതിന്റെ ടേസ്റ്റ് അവിടേക്ക് അങ്ങനെയാണ് ഇതിന്റെ ടേസ്റ്റ് അതാണ് അപ്പൊ നമ്മൾ എന്നിട്ട് ആ വിശ്വസിച്ചാണ്ട് തിന്നുക എന്ത് ടേസ്റ്റ് ഇല്ലാത്ത സാധനം നമുക്കില്ലേ ബാക്കി കൊണ്ട് പഴംപൊരിയും കൂടി ഉണ്ടാക്കിയാലോ അല്ലേ ഇതിക്ക് മധുരം ഇടണ്ടേ ചെറിയ ഒരു മധുരം കിട്ടാന് വീഡിയോയില് ആ താത്ത മധുരം ഇട്ടിക്കണോ എടാ ആ താത്ത മധുരം ഇട്ടിക്കണോ ആ വീഡിയോയില് നമ്മൾ ഇടണോ എന്നാ ശരിയാക്കല്ലേ അഫീഫ എണ്ണയില് നിറച്ച ചട്ടി നിറക്ക് ചട്ടിയിലെ എണ്ണ നിറക്ക് കൈ നീർണ പോലെ അപ്പസോടെ കൂടിയാ പൊരിയും ഏറ്റവും മസാല ഇട്ടത് ഇതിലൊക്കെ നല്ല പരിപ്പൊടി ഇതിനോടൊക്കെ ഉണ്ടാക്കാം നമ്മളെന്ത് സെറ്റ് ചെയ്തു തിരിച്ചു പിടിച്ചു തിരിച്ച് അങ്ങനെ അപ്പൊ നമ്മളെ പഴം സെറ്റ് ചെയ്തു നിറവ് സെറ്റ് ചെയ്തു അതിലേക്കുള്ള ബീഫ് സെറ്റ് ചെയ്തു അതിലേക്കുള്ള മൈദ സെറ്റ് ചെയ്തു അപ്പൊ ഈ വക സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഇനി പൊരിച്ചെടുക്കാം നമ്മൾ ഉന്നക്കാനെ വെച്ച് നോക്കുമ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി വളരെ റിസ്ക് കുറഞ്ഞൊരു ഡിഷാണ് പക്ഷെ എന്നാലും ഏവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒരു കഴിഞ്ഞിട്ട് സ്വീകരിക്കേണ്ട ഒരു ഡിഷായിട്ട് മാറുന്നുള്ളത് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് എന്തായാലും അടുക്കളയിൽ കയറുന്ന സംഭവം രസമായിട്ടാ അല്ലെങ്കിൽ നമ്മൾ രണ്ടാമതും ഇങ്ങോട്ട് വരില്ല ഇനി നമ്മൾ ഒരു വട്ടം നിർത്തി പോയല്ലേ പക്ഷെ പിന്നെ ഞങ്ങൾ ഉള്ളിലൊരു തോന്നൽ വന്നു ഇനി അടുക്കളയിൽ കയറാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം നമ്മളെ പോലത്തെ യുവാക്കള് മാതൃകയാണ് അടുക്കള എല്ലാ യുവാക്കളും അടുക്കളയിൽ കയറണം എനിക്ക് പറയാനുള്ള നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ടാക്കണം അടുക്കളയിൽ കയറിയിട്ട് കാരണം അല്ല നമ്മളെ പെരിയിൽ അടുക്കളയിൽ കയറി നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന റെസ്പെക്ട് ഉണ്ടല്ലോ അത് ഒന്നിനും കിട്ടില്ല ഇമ്മാരൊക്കെ അന്തം വിട്ട് അമ്മമാരൊക്കെ അടുക്കളയിലോ ഓനോ ആ ഒരു സാധനം ഉണ്ടല്ലോ അത് എവിടെയും കിട്ടൂല അപ്പൊ നിങ്ങളെല്ലാവരും ഒന്ന് അടുക്കളയിൽ കയറി അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താ വെച്ചാല് ഒരു ബീഫ് ബാക്കിയായില്ലേ ഇത് തുറക്കുമ്പോൾ കൂട്ടി തന്നു ഒറ്റ ബീഫിന്റെ ആവശ്യമില്ല ചുരുക്കി പറഞ്ഞ നമ്മൾ ഏകദേശം ഫില്ലിങ് മൊത്തം സെറ്റ് ചെയ്തിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് പഴം ഇനി നമ്മൾ അപ്പുറത്തെ സൈഡ് കേട്ടോ ചട്ടി ചൂടായോ അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് അവിടെ മുക്കി പൊരിക്കണതും കൂടി എടുക്കാം കണ്ടോ ഇങ്ങനെ മൂടും ചാടൂലേ നീക്കൊന്ന് ഇട്ട പ്രൊഫഷണൽ ടച്ചിൽ ഇട്ടോ എനിക്ക് ആ പോളും എത്തിക്കിട് എന്തിനാ ഞാൻ അയക്ക് വെക്കണേ എടുത്തോ രണ്ടാമത് എടുക്കുക ആ അപ്പോൾ നമ്മളെ നിറവ് എന്തെടുക്കുക ഇങ്ങനെ നല്ല രീതിയിൽ മുക്കിയിട്ട് വെക്കുക കേട്ടോ ഇത് കൂട്ടി പൊരിയേണ്ട സാധനം കേട്ടോ ഇതേപോലെ ഓരോ ഇതും എണ്ണ ചൂടാക്കട്ടെ എന്താ എണ്ണക്ക് എന്താ പ്രശ്നം വെളിച്ചെണ്ണയാണ് ഞാൻ പറഞ്ഞപ്പോ എണ്ണ പറഞ്ഞ ഓയിലല്ലേ വെളിച്ചെണ്ണയാണ് ഞാൻ പറഞ്ഞപ്പോ വെളിച്ചെണ്ണയാണ് ഇതോ ഫില്ലിങ് വെളിച്ചെണ്ണി തന്നെ വെച്ചത് ഞങ്ങൾ തറവാടിയാ വെളിച്ചെണ്ണ ഇത് വെളിച്ചെണ്ണി തന്നെ വെച്ചു നമ്മളൊക്കെ വലിയ ജിംഷാ തെങ്ങും തോട്ടം ഉണ്ടാക്കിയിട്ട് എന്തിനാ നമുക്ക് ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ട് എണ്ണയൊക്കെ പൊരിച്ചു എണ്ണ സാധനങ്ങൾ പൊരിച്ചു തിന്നാൻ എണ്ണക്കടി കൂട്ടാൻ ഇന്ത്യക്ക് വല്യപ്പാന്റെ ലക്ഷ്യം തന്നെ അതേനി എണ്ണ കൂടെ എണ്ണക്കടി അതന്നെ വെല്ലിപ്പാക്ക് നമ്മളെ വെല്ലിപ്പ എന്തിനാ ഉണ്ടാക്കിയല്ലോ തെങ്ങ് വെല്ലിപ്പാക്ക് തേങ്ങ ഇട്ടാണ്ട് തേങ്ങ വെള്ളം കുടിച്ചാന് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോ എണ്ണക്കടി ഉണ്ടാക്കുമ്പോ അതിന് ഞങ്ങളെ വലിയ സാധനം തന്നെ ഉണ്ടാക്കിയത് അല്ലാതെ അതിന് ഒരു സാമ്പത്തിക ലാഭം ഞങ്ങൾ വലിയ പ്രതീക്ഷിച്ചിട്ടില്ല വെല്ലിപ്പൊക്കെ ബോറടിച്ചിരിക്കും ഇങ്ങനെ എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കി തിന്നാണ് സ്വന്തം തേങ്ങ എന്നുള്ള എണ്ണ ഞാൻ പറഞ്ഞേ കറക്റ്റ് സെറ്റ് ആവാൻ പറഞ്ഞേ സാധനം എടുത്തില്ലേ ഇടാനായോ നേരിട്ട് ഇത് കുടച്ചോ കയ്യും കണ്ടോ കയ്യുമ്പോ മാവുണ്ട് കൈ ഇടക്കിടക്ക് പോയി വിരലുമ്പോ പൊരിഞ്ഞട് വരും മറ്റൊക്കെ വിരലുമ്പോ കോയലുണ്ടല്ലോ ഇതിൽ വെച്ചാണ്ട് മെല്ലെ ഇറക്കിക്കളാ സ്ലൈഡ് ചെയ്ത് വിട്ടാലോ സ്പീഡ് വർക്ക് ഇതിന്റെ ദമ്മ് വർക്ക്
എടാ അത് മറിഞ്ഞു മറിയിച്ചല്ലേ ആ ഇത് സംഭവം സെറ്റ് ആയിട്ടോ ഒട്ടുന്നുണ്ട് വേട്ടോ രണ്ടെണ്ണം പൊരിഞ്ഞ് മറിയല്ലോ മറിയുണ്ട് കാരണം ഞാൻ അത് അങ്ങനെ കേട്ടോ ഒന്നുകൂടി പോകില്ല അതില് ഒന്നുകൂടി പോവും എണ്ണ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ എണ്ണ കുറച്ച് കൂടുതൽ ഡൗട്ട് ഉണ്ട് എന്തില് ഇത് പൊരിച്ചാൽ അത്ര എണ്ണ പാടില്ല എണ്ണത്ത് കൂട്ടിയില്ലല്ലോ കയ്യിലും പൊരിഞ്ഞല്ലോ അപ്പൊ നമ്മള് കറക്റ്റ് ഇത് പൊരിച്ചെടുക്കൂട്ടോ ആ ഇട്ടല്ലേ ഒരു പ്രൊഫഷണൽ ടച്ച് ഫീൽ ചെയ്യണില്ല പിന്നെ മറ്റേ ഇതില്ലേ പണ്ടത്തെ കലേശില്ലേ കലേശേട്ടനില്ലേ മറ്റേ ഇത് പണ്ടത്തെ കുക്കറി ഷോത്തെ മൂപ്പര് ഇട്ടപ്പണ്ടല്ലോ ഇതേ ഫീലിംഗ് കിട്ടിയ ചെറുപ്പത്തില് ഓ പണ്ട് കരൽ ടിവിയിൽ കണ്ടു പറഞ്ഞു ഇപ്പോഴും കിട്ടും അതേപോലെ എടാ എന്തൊക്കെയാ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഓവർ പൊരിയേണ്ടത് ഇതിന് പയത്തിനൊരു ഉറപ്പൊക്കെ മതി അടക്ക് വീഡിയോ ഒന്ന് പെട്ടെന്ന് ഓണാക്കാൻ പറ്റും എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഇതെന്തോ പാളിക്കണേ ആ തള്ളി വിട് ഇല്ലേ എന്താ ചെയ്യണ്ടോ അല്ല ഇത് പൊരിഞ്ഞല്ലേ എങ്ങനെ അറിയാം പക്ഷെ ഇത് പലതും പല കളറാടേ ഒന്നൊരു ഓറഞ്ച് ഒന്നൊരു ലൈറ്റ് മഞ്ഞ ഒന്നൊരു ഇളം മഞ്ഞ ഉള്ളത്തെ ഇറച്ചി പൊളിച്ചെടുക്കണ്ടല്ലോ അല്ലേ കാട്ട് പക്ഷെ ഇത് പൊരിഞ്ഞ് ഏതാണ് ഇതോ നടുത്തോ നടുത്തെ പൊരിഞ്ഞേക്കണേ ആ വീഡിയോയിൽ ഇങ്ങനെ തന്നെയാണോ ആണ് എണ്ണൊന്നും മേത്തക്കാക്കല്ലോ കേട്ടോ അവിടെ തട്ടിയാല് അവിടുന്ന് കോഴി തിരിച്ചാനോ വെച്ചിട്ട് എന്താ മറ്റേ പൊറാട്ടി കൂടി ഇത്ര ഉറപ്പുണ്ടാവില്ലല്ലോ ഇട്ടത് ഇതിപ്പോ ഇത് ഉറപ്പായിട്ടോ എടാ ഇങ്ങനെ കഴിക്കേണ്ടതേ ഇത് സോഫ്റ്റ് അല്ല സോഫ്റ്റ് അല്ല കാര്യമായിട്ട് എടാ അതിന് വേറെ മണൊക്കെ വരുന്നുണ്ട് നല്ല മണല്ല ഇതിന് വേറൊരു സൈസ് മണം എന്തോ എവിടോ പഞ്ചസാര ഇടുമ്പോ കാര്യമില്ലേ കരിഞ്ഞ മണം കഴിഞ്ഞില്ലേ കരിഞ്ഞ മണം ചെറുപ്പം പോയിക്കാണുന്നു ഇത്രയും നേരം ഉണ്ടാക്കിയ ഞങ്ങൾക്ക് ഇല്ലല്ലോ കരിഞ്ഞ മണം അത് ഞങ്ങളെ കുടല് കരിഞ്ഞ മണല്ല അത് കരിഞ്ഞ മണല്ല അത് നോമ്പല്ലേ കുടല് കരിഞ്ഞ മണം അത് കരിഞ്ഞൊന്നല്ല ഇതെന്താ കൂറ പഴംപൊരിയാ അപമാനിച്ചല്ലോ ഇത്രയും കഥയിട്ട് നിങ്ങളെ പേരിലൊക്കെ പഴംപൊരിന്റെ ഉള്ളിൽ ബീഫ് ഫില്ല് ചെയ്ത് വരുമോ അത് കേൾക്കണില്ലല്ലോ ബീഫാണതേ ഇതെന്താ പൊരിയാത്ത പണ്ടത്തെ പോലെ ഇല്ലടാ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് ഈ മണം വീഡിയോ ഉണ്ടോ വീട്ടിൽ നല്ല ചൂടിലാണ് മാറി നട്ടോ സിൽക്ക് സുമി തന്നെ വഴി ഉണ്ടാവില്ല പൊള്ളിയാ നല്ല രസം ഉണ്ടാവും സ്കൂൾക്കൊക്കെ ഇനി എന്തിനാ പോണേ ഇനി സ്കൂൾ കൂട്ടിയില്ലേ സ്കൂൾ കൂട്ടിന് എന്തെങ്കിലും അസുഖമൊക്കെ വന്ന് എവിടെയും സൈഡാവാ ഇത് സാധനം ക്ലിക്കായിട്ടാ സാധനം ക്ലിക്കായിട്ടാ മക്കളെ ഇത് ചില്ലറ സാധനമല്ല സാധനം ക്ലിക്കായി ഒന്നും പറയല്ല എടാ അത് കുറച്ചു നേരം പാത്രത്തിൽ കടന്നപ്പോ അതിന്റെ ഇത് വരുന്നുണ്ട് അതിന് കളർ ഉണ്ട് ഗോൾഡൻ സിൽക്ക് വന്നു സെറ്റ് ഇല്ല ഇപ്പൊ റെഡി ആയി അതെ ഇന്ന് ഇടുക്കുമ്പോ ഒരു കരിഞ്ഞു വേണ്ട പക്ഷെ ഡിക്കൊക്കെ മണം പോകുന്നുണ്ട് അത് ഒപ്പം കൊരിക്കുന്ന രണ്ടും അത് കുറച്ച് കരിഞ്ഞു പക്ഷെ ഇതാവും ഏറ്റവും ടേസ്റ്റ് ഇതെന്താ പൊരിയാത്ത ഇതിന് ചൂട് തട്ടണില്ലേ അത്ര പൊരിയുള്ളൂ അടുത്ത ഇടിച്ചാണ്ട് ലാസ്റ്റ് ഇട്ടല്ലേ അതാണ് ചോക്ക് കാണാൻ ഏത് ലാസ്റ്റ് എടുത്തോ ഓ അങ്ങനെ വെള്ളല്ല അത് മീത്ത എണ്ണന്റെ കളറൊക്കെ മാറി ഇങ്ങനെയൊക്കെ ഇനി 4 കൂടി ഉള്ളു വാസിലെ കഴിഞ്ഞു സ്പീഡെന്ന് കുറച്ചാലേ സ്പീഡോ ഇതിന്റെ തീന്റെ എണ്ണന്റെ കളറൊക്കെ മാറി അത് കുഴപ്പമില്ല അത് ഈ സാധനമായിക്ക് മിക്സ് ആവണ കളർ മാറണാണ് ആണോ ഈ ഉറ്റിയതൊക്കെ എങ്ങനെ തുടക്ക റബ്ബേ ഉമ്മ കുടിച്ച് കൊട്ടല്ല കേട്ടോ എനിക്കൊരു പണിയല്ലേ ഇവിടെ ഉറ്റിയതൊക്കെ തുടക്ക് എന്നാ ഒന്ന് തരാം പോകുമ്പോ തിന്നാന് വേണ്ടല്ലേ നടക്കോ അപമാനിച്ചൂലേ ഞങ്ങളെ
ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇപ്പൊ അങ്ങനെയൊക്കെ ആയില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ആയി. നമ്മള് പണിയെടുത്താൽ നമ്മള് കിടക്കാനുള്ള രീതിയിലായില്ലേ. ആയിക്കോട്ടെ കുറെ കയ്യിൽ പിടിച്ചു ഇവിടെ. പണ്ടൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ കക്കൂസ് പോകുന്ന ടൈമിലുണ്ടല്ലോ ആഴ്ചമതിന് ഫുള്ള് റെഡി ആക്കി തന്നെ കുഞ്ഞാച്ചാത്തിയും ചെറായിത്ത. എന്നിട്ട് ഇപ്പൊ ജി വലിയ ആളില്ലേ. ആയിക്കോട്ടെ നൂറ ഇതുണ്ടല്ലോ എൻ്റെ അമ്മയൊന്നും കാരിയറിൽ ഉണ്ടാക്കാത്ത സാധനക്കാരം ഉണ്ടാക്കിയിട്ടില്ല. എന്നെ ഇത് ഞാനാണ് ഇവിടെ ആദ്യമായിട്ട് ഈ കൂറ്റമ്പാറ തന്നെ ഞാനത് കൊടുക്കുന്നത്. മെച്ചൂടല്ലേ നൂറിന്റെ താത്താന്റെ കുട്ടിയാണ്. ഇതിന്റെ ഒരു ഫീൽ എന്താ കിട്ടില്ലേ? ആ അത് പറഞ്ഞു തോസല്ലേ താത്തന്റെ കുട്ടീനാണ്ട് പോരല്ലേ. എനിക്ക് ഓന്റെ പെങ്ങളാണ് പറഞ്ഞാൽ എനിക്കൊരു വെയിറ്റ് തോന്നില്ലേ. എന്റെ അമ്മച്ചിന്റെ താത്തയാണേ. അപ്പൊ ഇനി കൈ നോക്കിട്ടോ. അത് തെറ്റല്ലേ? അത് കുഴപ്പമില്ല അത് തിരിയൂല ചാടുന്നില്ലല്ലേ? ചാടൂല. അത് ലോക്കാവേ. ഈ മൈദ ഇടുന്നോടത്ത് ലോക്കാവും. അത് ഞാൻ താത്താന്റെ വീട് ഞാൻ താത്തക്ക് മെസ്സേജ് ചോദിച്ചതാണേ ഇത് ലോക്കാവൂലേ. എങ്ങനെ അടുത്ത മറച്ചിട്ടാലോ കറങ്ങി വരട്ടെ. നമുക്ക് ഓവർ കോൺഫിഡൻസ് ആവുന്നുണ്ടോ? നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. ഞാനോട് പറഞ്ഞ ഒരു ഉറ്റിച്ചാ മതി നല്ല വേദന ഉണ്ടാവും. ഞാൻ പറയണേ സാധനം പോരി നീ ഞാനെ കൈമാക്കട്ടെ. ഞാൻ എടുത്തിട്ടാ എവിടെ ഉണ്ട് നോക്കട്ടെ. ദൂരത്തിരുത്ത് പൊട്ടിക്കിട്ടാ. വേണ്ട വേണ്ട ലാസ്റ്റ് നല്ല ഇട്ടോ നോക്കിട്ടോ ഇടല്ലേ തിങ്ങാനിടല്ലേ താത്തി വെക്ക് അടക്ക്. ആയുധങ്ങളൊക്കെ ഉപയോഗിക്കണേ. ഇടതെല്ലാം ഒട്ടി പിടിച്ചേ ഇതേ ജാതിട്ട് വാരിക്കാം. അല്ല ഇത് ഒട്ടി പിടിച്ചിരിക്കുന്നു. എന്നാൽ രണ്ടൊപ്പം പോരി. പാത്രം ഇളക്കി കുറച്ച് എടുക്കല്ലോ കേട്ടോ. പാത്രത്തിൻ്റെ അടിയൊക്കെ കോരി ഇത് നാലും ഒട്ടി പിടിച്ചല്ല. നാലും ഒപ്പം കോരിക്കുന്ന. അല്ല അതാവണ്ടേ അതിൽ ചിലതൊക്കെ കഴിക്കണേ. ഈ ഫസ്റ്റ് അതിനെന്താ പറയുക ഈ മൈദകൾ തമ്മിൽ ടച്ച് ചെയ്യാൻ പാടില്ല പരസ്പരം. മൈദ തമ്മിൽ ഒരു ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം. നമ്മളിത് പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് അത് ഒട്ടിപ്പിടിച്ചത് ഇതൊക്കെ അറിയേ. പാട്ടൊക്കെ മാറ്റി കുക്കിംഗ് തുടങ്ങിയാണോ? ഞാൻ ഇപ്പൊ കുക്കിങ്ങിലാ ഫുള്ള്. പാട്ടൊക്കെ നിർത്തി. പാട്ടൊന്നും ഇനി പാടുന്നല്ല. പാട്ടോടിയിട്ട് കാര്യമില്ല. പാട്ടോടെ തിന്നാൻ വയ്ക്കോ. ഇതെല്ലാം ഉണ്ടാക്കി തിന്നവിടെ. ഇതിന് മൈദ കുറച്ച് കുറഞ്ഞില്ലേ? അതാണ് അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞോ. എടാ ഇറച്ചി കയ്യിൽ കടന്ന് വേറെ പൊരിഞ്ഞല്ലോ. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ഇറച്ചി വേറെ പൊരിച്ച് കട്ടിയിട്ട് പൊരിച്ചാണ്ട് ഇത് കൂടി തിന്നാൻ മതി. ഇറച്ചിയൊക്കെ ഫില്ലിങ്ങൊക്കെ എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാം. ഇതെന്താ പിന്നിരിക്കട്ടെ? അത് മൈദ ഒന്നുകൂടി ഇതാക്കി എടുക്കാണ്. അല്ലാതെ ശരിയായിട്ടില്ലേ? എടാ അഞ്ഞ പൊരിച്ചോ അത്ര മതി. ഇതുണ്ടല്ലോ കുറ ചരിത്ര ഈ സാധനം കേട്ടോ കുറ. ആ വീട്ടിൽ കൊണ്ടുപോകാൻ ചോദിക്കരുത്തിട്ടോ കുറേ. സോറി ഇതിവിടെ തിന്നാലേ ഉള്ളൂ. ഇനി ലാസ്റ്റ് അല്ലേ? എടാ അപ്പൊ മൈദെല്ലാം ബാക്കിയല്ല. കുറേ ബാക്കിയായി. പഴംപൊരി ഉണ്ടാക്കിയാലോ? പഴംപൊരി ഉണ്ടാക്കാം. ജി നാല് പഴഞ്ചെത്ത് പഴംപൊരി ഉണ്ടാക്കാൻ എനിക്കറിയാം. മതിയാവില്ല. നമുക്ക് 4 പഴംപൊരി ഉണ്ടാക്കട്ടോ. കാരണം മൈദ ഫുള്ള് ബാക്കിയായി. മൈദ ബാക്കിയ സ്ഥിതിക്ക് മുന്നിൽ പള്ളി കാട്ടി വെക്കരുത് ഞാൻ പറഞ്ഞു. ഇപ്പൊ എന്താ വെച്ചാല് ഭിന്നശേഷിക്കാർക്ക് സംവരണം ഉണ്ട്. പറഞ്ഞതിന് മുന്നിൽ നിൽക്കല്ലേ അതില് എണ്ണ വെള്ളം ഇല്ലാതെ കാഴ്ച പോയി. അടുത്ത PSC ഉറപ്പായി. എന്ത് പറ്റില്ല ആദ്യം പറയാം. ഉമ്മച്ചൊക്കെ എന്താ പറയുക? എന്തായാലും PSC ഇട്ടും
അതാണ് ഇവലൊക്കെ ചിന്ത. വണ്ടിമൊക്കെ വീണാലേ ആ കാലാണ്ട് ശരിക്കും പോയിക്കണെങ്കിലേ PSC പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റും. PSCന്റെ ഒരു കമ്പേ ഇത് കീറണ്ടല്ലേ, ഇത് കീറണം. കീറണോ? ആ ഇത് പഴംപൊരി ആക്കല്ലേ? പഴംപൊരി സംഭവം സിമ്പിളാട്ടോ, പഴംപൊരി പണിയൊന്നുമില്ല. പക്ഷെ ആ എണ്ണീക്കന്നെ ഇടുന്നത് ഒക്കെ ഒരു ടേസ്റ്റ് ആവും. എന്തായാലും അന്റെ ചെറിയൊക്കെ നിൽക്കുന്നത് തിന്നും കേട്ടോ, അത് വെച്ച് പറയല്ലേ. നമ്മളൊക്കെ കളിയാക്കാം മനുഷ്യനെ. നമ്മളൊക്കെ ഇന്നലെ അടുക്കള കണ്ട പോലെ സംഭവം സത്യമാണെങ്കിലും ഈ മൈദൊക്കെ പടഞ്ഞ് എവിടെ കൊണ്ടേ കൊടുക്കും. എടാ പൊള്ളച്ചേരിന് മറ്റേ പൊള്ളച്ചേരിന് ഇതോ പഴംപൊരിയോ ചോളാപ്പൊരി. ആ അപ്പസോള ഇയാടാ പഴംപൊരിക്ക് അപ്പസോള ഇടാൻ പാടില്ല. ആണോ? അങ്ങനെ ഉണ്ട്. ഇനിയിപ്പോ ഇത് വേർതിരിക്കാനൊന്നും പറ്റില്ല, ഉള്ള പോലെ പൊരിച്ചോ. കൂറ എൻ്റെ പേരിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ കൊണ്ടുവരും, മൈദയിലിട്ട് പൊരിച്ച മൈദ ബാക്കിയുണ്ട്. ആപ്പിളോ മുന്തിരിയൊക്കെ കൊണ്ടുവരും. മുന്തിരി ഫ്രൈ ചെയ്താലോ നമുക്ക്? കുറച്ച് മുന്തിരി മൈദയിൽ മുക്കി പൊരിച്ചാലോ? അപ്പം അങ്ങനത്തെ ട്രെൻഡിങ്. മുന്തിരി പൊട്ടിത്തെറിച്ച് പറഞ്ഞിട്ട് മുന്തിരി സാധാ മുന്തിരി സാധാ മുന്തിരി പീടിയിൽ 50 റുപ്യക്ക് വിറ്റാലും ആരും വാങ്ങൂല. ഇത് മുന്തിരി മൈദയിൽ മുക്കി മുന്തിരി പൊട്ടിത്തെറിച്ച് കാരണം നോമ്പ് തുറക്കാൻ നേരത്തെ വിറ്റോക്കെ ഒരു 500 റുപ്യക്ക് എല്ലാവരും വാങ്ങി തിന്ന് ഇത് ടോപ്പ് സാധനമാണ് അറിയും. ആൾക്കാർക്ക് ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഹോബി. പേരുമലാണ് സത്യം. പറ്റിക്കപ്പെടാൻ നമ്മളെ ജനതനെ കഴിഞ്ഞിട്ടുള്ളൂ. സംഭവം എല്ലാവരും ഇതാണെന്നൊക്കെ പറയുമെങ്കിലും എന്താ സുരക്ഷിതരോ സംരക്ഷകരോ സാക്ഷരർ. കൂടാ പാമ്പരിയാണ് നാലിനാണ്ട് പരി കൊണ്ടേ കേട്ടോ. സാധനം ലുക്കായി വന്നിക്കണേ. ഇതെന്താ പറ്റി? ഇത് കൂട്ടത്തിൽ പൊരിഞ്ഞ ഇത് വാങ്ങ വേറെ വാങ്ങ. ഇത് ഇത് വാസലേ അല്ല മറിച്ചിട്ടുണ്ടേ. പഴംപൊരി എങ്ങോട്ടാ കൊടുക്കുക? പഴംപൊരി ചോറിന്റെ പരി കേട്ടോ, സ്നേഹത്തോടെ ഉണ്ടാക്കിയതാണ്. ആ സ്നേഹത്തോടെ ഉണ്ടാക്കിയ സാധനം സ്വീകരിക്കണം, അല്ലെങ്കിൽ ഇതിപ്പോ എന്റെ ലൈൻ ഉണ്ടാക്കി തന്നാണെങ്കിൽ അജിത്ത് തിന്നൂലേ? ഇന്നടിച്ചാട്ടി വിട്. ഇത് ചില കൊണ്ടേ കൊടുത്ത ഞങ്ങൾ ഉണ്ടാക്കി തന്നെ ആരടിച്ചാട്ടി വിടുക. ഒന്ന് കാണണല്ലോ ഞങ്ങൾ ഉണ്ടാക്കിയ സാധനം എന്റെ പേരുന്ന് റിജക്ട് ചെയ്യണേ. ഇത് കൊണ്ട് ചെല്ലേ ചെന്നിട്ട് പറയാ ആരാണ് അടിച്ചാട്ടി വിടണ പറയും. കഷ്ടം. സാധനം സെറ്റായിട്ടതാ, നമ്മൾ ഉദ്ദേശിച്ച സാധനം സെറ്റായി. കിഡിലും ടേസ്റ്റിലായി വരും. നമുക്ക് റിവ്യൂ എടുക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം റിവ്യൂ എടുത്തിട്ടില്ല. പഴംപൊരി സെറ്റായി. നമുക്ക് ഒരു സാധനം കൂടി പൊരിച്ചെടുക്കാനുള്ളൂ. മുന്തിരി ഫ്രൈ. മുന്തിരി തലശ്ശേരി ലെവൽ മുന്തിരി ഫ്രൈ. നമ്മൾ തലശ്ശേരി, ഞാൻ ഇപ്പൊ തലശ്ശേരിക്കാരനല്ലേ. കാരണം ഇതൊക്കെ തലശ്ശേരിക്കാർ മാത്രം ഉണ്ടാക്കുന്ന സാധനമാണ്. ഇവിടെ കുറ്റമറക്കാരും ഉണ്ടാക്കല്. ഇവിടെ ഇങ്ങനെ സാധാ കട്ട്ലറ്റും സമൂസയും മറ്റേ സമൂസന്റെ ഓല വാങ്ങിയാണ്ട് ഇങ്ങനെ അയക്ക് തിരികെ ഉണ്ടാക്കും എന്നല്ലാതെ ഞാനന്നല്ല തിന്നത്. ഞാനിപ്പോൾ ഫുൾ വെറൈറ്റി സാധനങ്ങൾ മാത്രം തിന്നലുള്ളൂ കുക്കിംഗ് പഠിച്ചതിന് ശേഷം. ഞാൻ പണ്ടത്തെ സമൂസയും കട്ട്ലറ്റൊക്കെ ഒഴിവാക്കി. ബിസ്ക്കറ്റ് പൊട്ടിച്ചാണ്ട് പൊടി ഉണ്ടാക്കി സമൂസയാണ് കാരണം വിൽക്കുക, അല്ല കട്ട്ലറ്റാണ് കാരണം വിൽക്കുക. ബ്രെഡ് പൊടിച്ച് തേച്ചാണ്ട് ആൾക്കാരെ പറ്റിച്ച ബ്രെഡ് പൊരി പറഞ്ഞ് വിൽക്കുക. ഇങ്ങനെ കാലങ്ങളായിട്ട് പറ്റിക്കപ്പെടുക നമ്മള്. അതൊക്കെ ശരിയാണ്. കുക്കിങ്ങിൽ മാത്രം ഞാൻ വന്ന് പോയി മറക്കും. കാരണം എനിക്കിപ്പോൾ ടേസ്റ്റുകൾ ഉണ്ടാക്കാൻ അറിയുമ്പോൾ എനിക്ക് പഴയ ഡിഷ് ഉണ്ടാക്കണം അല്ലേ വാസിലെ? ഇത് ലാസ്റ്റ് പരിശാണ്. ലാസ്റ്റ് ഒന്നും കൂടി ഉണ്ട്. കൊത്തിക്കളയല്ലേ? അതിന്റെ ഫ്ലേവറാണ്. ആ അതൊക്കെ തിന്നുമ്പോൾ വരും. അതിന്റെ രസമുകളങ്ങളൂടെ പോകുമ്പോൾ അതിന്റെ ടേസ്റ്റ് നോക്കണ്ടേ? ഇത് രണ്ടെണ്ണം പരിക്കാൻ ചോദിച്ചു ഇല്ല പക്ഷേ ഇതിന്റെ ടേസ്റ്റ്, അതായത് ഈ സാധനം നമ്മള് ഈ ടേസ്റ്റ് നമ്മളെ തലിക്കാൻ തരോ. നമ്മളിത് വായിലിടും. ഇത് നമ്മൾ ഉമിനീരായി പൂട്ടി കളയും. അപ്പൊ അവിടെ ഒരു എൻസൈം ഉണ്ട്. അത് മറ്റേ ഇതുണ്ടാക്കും, സിഗ്നൽസ് ഉണ്ടാക്കും. എന്നിട്ട് അത് ഇമ്പൾസ് ആയിട്ട് എവിടെ പോകും? നമ്മളെ തലച്ചോർക്ക് പോകും. അപ്പോഴാണ് ഈ ടേസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടണത്. ഇത് സംഭവം എനിക്ക് വെച്ചാൽ തിന്നതിന്റെ മുമ്പ് തന്നെ എൻസൈം ആയി പോയി സാധനം എത്തി ഇവിടെ എത്തി. എനിക്ക് അതിന്റെ ടേസ്റ്റ് കിട്ടി. മറ്റേ കുഞ്ഞിലാക്കുന്നത് മത്തി വാങ്ങിയിടാനാ ഒരു പാത്രം ശരിക്കുള്ള എടുക്ക്. നമ്മളെ കുട്ടികളെ നമ്മള് കുക്കിംഗ് തുടങ്ങിയപ്പോ എടുക്കുക. വെള്ളപാത്രം എടുത്തോ. അതൊക്കെ വിരുന്നാര് വരുമ്പോ എടുത്തക്കാരന്റെ പാത്രങ്ങളാണ്. ഞാൻ എടുത്ത് പുറത്തേക്ക് കിട്ടാനാക്കി. എന്ത് വാട്ട് ഹാപ്പൻഡ്? പക്ഷെ ഈ സാധനം തിന്നാണ്ടല്ലോ
എനർജി ലെവൽ ഹൈ ആവും. ഷർട്ട് പൊട്ടഞ്ഞ് എണീക്കൂല. പഴംപൊരി എനിക്ക് തോന്നണേ പഴംപൊരി സക്സസ് ആയോ? പിന്നെ പേടിയത്തെ പോലെ. ശരിക്കും ഞാൻ ഈ മസാലയൊക്കെ തപ്പി കുറേ നടന്നിട്ടുണ്ടാ. ഇങ്ങനെ ലൈറ്റായിട്ട് പഴംപൊരി പൊരിക്കണേ ആരും പറഞ്ഞില്ല. ഞാൻ ഇപ്പോൾ സ്വയം ഉണ്ടാക്കിയപ്പോൾ സാധനം കിട്ടി. ഇതിന് നമുക്ക് വേറെ കാര്യം മനസ്സിലാക്കാം. ദീർന്ന അനവം തരാം എനിക്ക് കാണണേ. കൈപ്പുണ്യത്തിന് അനവം. അതോ കുറച്ചാട് വിട്ടുന്ന അടുത്ത വിട്ടു. ഈ ഒരു കൈപ്പാട്ട് തന്നെ വിട്ടു. കാര്യം ഇജ്ജ് സാധനം തിന്നോക്ക്. കൈപ്പുണ്യത്തിന് അനവാണി കാണുന്ന കൂറ. എന്താണ് ഇതിന് പറയണ്ടത്? കാരണം ഉണ്ടല്ലോ ഞാൻ ഇത്രയും കാലം ഇങ്ങനത്തെ ഇത്രയും ലൈറ്റ് കളറുള്ള ഒരു പഴംപൊരി ഉണ്ടല്ലോ ഞാൻ ഹോട്ടലിൽ പോലും കണ്ടില്ല. അതെന്ത് പുള്ളിന് ഇത് നേരത്തെ പൊറച്ചിട്ടതല്ലേ. എടാ ആ കയ്യില് പൊരിഞ്ഞല്ലോ ആകെ. ഇതിനെന്തോ പ്രശ്നമുണ്ടല്ലോ. ഇറച്ചി കയ്യില് കുടുങ്ങി. എടാ കയ്യില് കളഞ്ഞിട്ടോ. ഇതെന്താ കാട്ടുക? കുത്തും കുത്തും തിരിച്ചാൽ കാലുമൊന്ന് കുത്തുട്ടാ. ഞാൻ ഇതൊക്കെ കഴിക്കട്ടെ അല്ലെ ഇമ്മ നല്ലതല്ലല്ലോ. ഇതിനിപ്പോ വെള്ളം ചൊല്ലില്ല. ഇവിടൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പൊ മൈദ കൊണ്ട് നമ്മൾ ചൂടുണ്ട് ചൂടുണ്ട് അത് മാറ്റി ഇത് കഴിക്കട്ടെ. നൂറാ പോണ്ട് പോണ്ട് എന്റെ കൈമ കുത്തല്ലേ മാറിട്ടോ ഇതില്ലേ. ഞാൻ അപ്പുറത്തുനിന്ന് കഴിക്കാം. അപ്പുറത്തുനിന്ന് ബാസിലെ അത് കോരി എടുക്കട്ടോ ബാസിലെ. നോമ്പ് തുറന്നിട്ട് പോയാ മതി. നോമ്പ് തുറന്നിട്ട് പോയാ മതി. മൈദ ഫുള്ള് ബാക്കിയായിട്ടോ. എന്റെ പേരേക്ക് മൈദ വേണോ? ഇയാളെ പിടിച്ചിരുന്നാ മതി. അങ്ങനെ പിടിക്കൊന്നും വേണം. എൻ്റെ അടുത്ത് പിടിച്ചാൽ മതി. ബാസിലെ അടുക്കള ഫുള്ള് വൃത്തിയാക്കിയില്ല. ഇപ്പൊ പണി കിട്ടും. എടാ കഴിഞ്ഞ മണത്ത് കരിയണത് ബാസിലെ ഇത് കരിഞ്ഞ വേണം. ഇത് നോക്ക് പറ്റില്ല. പേരുദോശ ഇല്ലാത്തൊരു സാധനം അതിൽ വെക്കേ. അതിൽ വെച്ചലാ അത് തിന്നാ. അത് പുറംഭാഗം മാത്രം കരിഞ്ഞിട്ടുണ്ടാവുള്ളൂ. പേരുദോശ ഇല്ലാതെ ഞാൻ ഒരു സാധനം ഉണ്ടാക്കിയത്. മൈക്കാതെ അവിടെ അതിന് വെച്ചത് കഴിഞ്ഞ വേണം. അന്നേരം ഒന്നിങ്ങനെ കരിച്ചാടാ. വീഡിയോയിൽ കണ്ടില്ലേ ലാസ്റ്റ് ഒന്നും ഇതേമാതിരി കരിക്കണ ശ്രദ്ധിച്ചില്ലേ? കണ്ണറ ഉണ്ടാക്കാൻ ഒന്ന് കരിക്കണത്. മറ്റേ നമുക്ക് ഇന്നുണ്ടാക്കി നാളെ ഉണ്ടാക്കാൻ വെക്കൂല. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ആൾക്കാർക്ക് നമ്മളോട് എന്തായി ഉണ്ടായില്ലേ സത്യമല്ല. പ്രത്യേകിച്ച് ഈ വീട്ടില് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊക്കെ. കാരണം ഈ വർഷങ്ങളായിട്ട് ഇതിന് കയ്യിലെത്തുന്ന ഓൽക്കൊന്നും ഈ ലെവല് ചെയ്യാൻ പറ്റില്ല. ഇന്നലെ കയറിയെന്ന് നമ്മൾ കണ്ടാലും എന്തേലും തുടങ്ങി വെറൈറ്റി ഡിഷുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അത് മൊത്തത്തില് ഓലൊക്കെ മാനസികമായിട്ട് തളർത്തില്ല. ഇതില്ലേ ഇത് എന്റെ പേര് കൊണ്ടേക്കുന്നത് കാലത്തപ്പാണ് പറഞ്ഞത്. ഇത് മാത്രം കൊണ്ടുപോകണം. പക്ഷെ പഴംപൊരി സീനായിട്ട് ഇംഷ പഴംപൊരി സീൻ ടേസ്റ്റ് ആവും. ഞാൻ എപ്പോഴും പറയുന്നു ഇപ്പോഴും പറയുന്നു ഒന്നും അവസരിച്ചില്ല. അപ്പൊ നമ്മളെ വിജയകരമായി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ലട്ടാ. കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയമാണ്. നിങ്ങളെല്ലാവരും കൂടെ ചിരിച്ചാണ്ട് കളിയാക്കിയതാണത്. സാധനം സാറേനി. അപ്പൊ വിജയകരമായി ഈ ലാസ്റ്റത്തെ ഒന്ന് മാറ്റി നിർത്തിയാൽ നിർത്തി മാത്രം ബാക്കിയുള്ള സാധനമൊക്കെ വിജയകരമായി വന്നിരിക്കണം. ഇനി നമുക്കില്ലേ ഇപ്പം ഞങ്ങൾ സാധനങ്ങൾ മൊത്തം ഉണ്ടാക്കി. ഇനി കഴിച്ചിട്ടുള്ള റിവ്യൂ കൂടി നമുക്ക് എടുത്തിട്ട് ഏകദേശം നോമ്പുറക്കുള്ള സമയമായി. നോമ്പ് തുറക്കുന്ന ടൈമിൽ നമ്മളിത് സർപ്രൈസ് ആയിട്ട് ഉമ്മാനെ മുന്നിൽ കൊണ്ടല്ല. അമ്മ ഫുള്ള് ഉറങ്ങി കിടക്കുകയാണ്. അമ്മ ഞെട്ടിത്തരിക്കും. അങ്ങനത്തെ ഒരു സാധനമാണ് ഉമ്മാനെ മുന്നിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അമ്മ ഇത് തിന്നുമ്പോൾ ഉമ്മ റിവ്യൂ സ്പോട്ടിനെ എടുത്തരട്ടോ. സീൻ സാധനമായിരിക്കും. ഇത് ഇതിൻ്റെ പേരാണ് പറ്റുന്നവരൊക്കെ വീട്ടിലുണ്ടാക്കി കിട്ടുന്ന സാധനം. അപ്പോൾ അതാ നമ്മൾ വളരെ സ്വീറ്റായിട്ട് ടെൻഡർ വളരെ ജ്യൂസി ആയിട്ടുള്ളൊരു ഡിഷാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് തലശ്ശേരി സ്പെഷ്യൽ
കായൽ ബീഫ് നിറച്ചത്. അപ്പം ഇത്രയും ലോങ് പേരുള്ള ഡിഷും നമ്മൾ കരിയറിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇറക്കി വിടുന്ന ഡിഷാണിത്. അപ്പോൾ അതുപോലെ നമ്മൾ ബാക്കി വന്ന മൈദ എന്ത് നമ്മൾ യൂസ് ചെയ്തു, അത് വേസ്റ്റ് ആക്കാതെ തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്തു. ബാക്കിയുള്ള മൈദയിൽ ഈ പഴത്തിലും കൂടി മുക്കി പൊരിച്ചാൽ മതി. എന്നിട്ട് അഫീഫിനൊക്കെ അത് കൊടുത്താൽ മതി, വലിയ സംഭവം തന്നെ തിന്നോളും. ചട്ടിക്ക് എന്തോ പറ്റിയ ചട്ടിക്ക് നല്ലൊരു മണം കിട്ടിയില്ല അങ്ങനെയുള്ള സ്മെല്ലില്ലേ? ഇപ്പൊ തന്നെ തിന്നാൻ ചോദിക്കത്തില്ലോ, തുറന്നിട്ട് തരുള്ളൂ. ഇമ്മ ചട്ടി ഇങ്ങനെ ആവലുണ്ടോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴൊക്കെ? ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞു ഒന്നിങ്ങോട്ട് വന്നേ, ഒന്ന് നോക്കിയേ. വരിമ്മ ഒന്ന് തുറക്കാല്ലേ, പേടിക്കൊന്നും വേണ്ട, നമ്മുടെ അടുത്ത് എല്ലാം ഉണ്ട്. തുറക്കാല്ലേ നിങ്ങൾ ഇപ്പൊ പിടിച്ചുണ്ടാക്കുന്നു, എൻ്റെ അടുത്ത് എല്ലാം റെഡിയാണ്. ഇമ്മ നമ്മൾ 6:15 വരെ ഉറക്കിട്ടാ നമ്മളുണ്ട് കാരണം അടുക്കളയിൽ. ഇതെന്താ പറ്റിയ? ഇതിങ്ങനെ ആവലുണ്ട് ഉണ്ടാക്കുമ്പോഴൊക്കെ അല്ലേ? ഇല്ലല്ലേ, കത്തി മാറ്റി വെച്ചാ മല കൈപ്പാട്ടുന്ന്. ഇത് തലശ്ശേരി സ്പെഷ്യൽ കായ്പോള നിറച്ചത്. കായ്പോളയിൽ ഫ്രൈഡ് കായ്പോള, അതുകൊണ്ടാണ് ഇങ്ങനെ. ഇത് ഫ്രൈ, ഹാഫ് ഫ്രൈഡ്. ഇത് കലത്തപ്പത്തിന് മസാല ഉണ്ട്, ഓൻ പോകൂല. ഞങ്ങൾക്ക് ബാങ്ക് കൊടുക്കാൻ നേരത്തെ ഓമെല്ലാം പരിക്കണ പോകും. എന്റെ അമ്മ ഉണ്ടാക്കിക്കണമെങ്കിൽ ഞാൻ തുറന്നിട്ട് പോകുള്ളൂ. തുറന്നിട്ടല്ല, പെലച്ചക്കൊത് തിന്നിട്ടേ പോകും. ആൾക്കാര് കമന്റിൽ ഇവിടെ നമ്മളാ കുടുങ്ങണതേ. അങ്ങോട്ട് നടക്കും. ചട്ടിക്ക് എന്തോ പറ്റിയ പോലെ. വേറൊരു പ്രശ്നത്തിൽ നേരിട്ടില്ലട്ടാ. ഓട്ടക്കൈലിന്റെ ഓട്ടൊക്കെ പോയി സാധാ കയ്യിലായി. പിന്നെ ഞങ്ങള് ശരിയാക്കി എടുത്തതാ. ഈ MDMന്റെ പാത്രമാണ് മാറ്റി വെച്ചത്. എന്തടി ഫുള്ള് വൃത്തിയാക്കണേ, ഇവിടെ വരുന്നുള്ളൂ. എന്താണ് ഇതൊരു പെൺകുട്ടികളുണ്ടായിട്ട് ഞങ്ങളാണ് അതൊക്കെ. എന്താണ് നൂറ? എന്താണ് കാലൊക്കെ മാറി. പെൺകുട്ടികളൊക്കെ നോക്കിക്കാ, ആൺകുട്ടികളൊക്കെ അടുക്കളയിൽ കയറുന്ന ടൈമായി. ആൺകുട്ടികളൊക്കെ പട്ടി തിരിഞ്ഞു. ബാങ്ക് കൊടുത്താ ഇപ്പൊ കൊടുത്തില്ല എന്തോ ആണോ? അഫീഫ് നല്ല ബാങ്കിലെ പോലത്തെ പാട്ടൊക്കെ പാടിയാണ്ട് അടുക്കളയിൽ വേഗം സാധനം പെട്ടെന്ന്. ഇമ്മ അപ്പോ മാസ്റ്റർ ഷെഫ്സ് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ വേണമെങ്കിൽ എന്തെങ്കിലും തുറക്കാനുണ്ടെങ്കിൽ കൊടുന്ന് വെച്ചോളൂ. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയതുണ്ടെങ്കിൽ ഇനി വെക്കുണ്ടെങ്കിൽ വെച്ചോളി. ഞങ്ങളിതൊക്കെ ആയി. ഓക്കെ, ഇതെല്ലാരും മത്സരിച്ചു വന്നു. ഇത് ഞാത്ത മരിയാവൂല. ഇത് ഇപ്പാക്ക് മരിപ്പ് കഴിഞ്ഞിട്ട് നാളെ ഒന്ന് തിന്നുകണ്ട ഉന്നക്കടക്കണ്ടല്ലോ, അതാണ് ഇപ്പൊ തിന്നിട്ട് പല അടക്കം പോയി. ഇപ്പച്ചില്ലേ, ഇപ്പച്ചി അത് നോമ്പ് പറഞ്ഞപ്പം ഉന്നക്കടക്ക ഉണ്ടാക്കിയ ചെയ്യും. ഉന്നക്കായിന്റെ ഇപ്പൊ ഇത്ര വലുപ്പത്തിൽ ഉന്നക്കടക്ക ഇപ്പൊ ഫുള്ള് തിന്ന് ഇങ്ങനെ പോയിട്ടേ പിന്നെ പിറ്റേന്ന് പൊലച്ചക്കാൻ നീച്ചത് അങ്ങനെ ഉറങ്ങി. അപ്പൊ പാമ്പ് റെഡി. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യുന്ന സെഷനും കൂടി എടുക്കട്ടോ. സാധനങ്ങളൊക്കെ റെഡിയായി, ഇനി ടേസ്റ്റിംഗ് സെഷൻ മാത്രമേ ബാക്കിയുള്ളൂ. ബത്തക്ക് കുറച്ചില്ലോണ്ട് കുഴപ്പമില്ല. ബത്തക്കൊക്കെ ഇൻബിൽറ്റ് ആയി ഇങ്ങനെ വരുന്നോണ്ട് അൽഹംദുലില്ലാ പടച്ചോനെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആപ്പിളും മുന്തിരിയൊക്കെ ഉണ്ടാക്കേണ്ട അവസ്ഥയാണ് ആലോചിച്ചോക്ക്. മുന്തിരിന്റെ കുറച്ച് തോലും കുരും സാധനങ്ങളൊക്കെ സ്റ്റഫ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി തന്നേണ്ട അവസ്ഥയാണെങ്കിലോ. കൈതച്ചക്കൊക്കെ മുള്ള് വേറെയും കൈതച്ചക്ക വേറെയും അതിന്റെ മൊട്ട് വേറെ ആയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് ഉണ്ടാക്കേണ്ട അവസ്ഥ, ഇതേപോലെ ഉണ്ടാക്കേണ്ട അവസ്ഥ തന്നെ. പടച്ചോളുണ്ട് അതിലൊക്കെ രക്ഷപ്പെട്ടു. എന്തേ പടച്ചോൻ കഴിച്ചിലാക്കിയില്ലേ? അപ്പൊ നമുക്ക് തുറക്കുമ്പോ ഇപ്പാനെ കൊണ്ട് എല്ലാവരും കൊണ്ട് ടേസ്റ്റ് ഒക്കെ പറ്റിയ ടേസ്റ്റിംഗ് സെഷൻ കൂടെ നമുക്ക് ഇതിന്റെ കൂടുതൽ എടുക്കാം കേട്ടോ. പിന്നാരാ ഇപ്പാകുമ്പോ എല്ലാം പരീക്ഷിക്കാലോ. ഇപ്പച്ചക്ക് എല്ലാം ഇഷ്ടപ്പെടും.
ഇപ്പച്ചി കുറ്റം പറയില്ലല്ലോ. ഹേറ്റേഴ്സ് ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പച്ചിക്ക്. ഇവളെ കുട്ടിക്കോ ഇവള് നല്ലോ പറയല. ഇജ്ജിന്ന് പറയാൻ പോണ കേട്ടോ. ഇതൊക്കെ തിന്നിട്ട് പോയാൽ മതി. ആദ്യം അല്ലാണ്ട് ഏതായാലും സ്കൂള് കൂട്ടിക്കണേ. നോമ്പിലല്ലോ. ഇഞ്ഞോളത്തെ ഇപ്പൊക്കെ നോമ്പില് പിന്നെ ഇതൊരു പൊട്ടുന്ന തിന്ന് ചെറിയ പൊട്ടുന്നോ ചൂടില്ലാത്ത അടിയത്തെ ചൂടുണ്ടോ? അയിമന്ന് ഇത് പഴംപൊരി കേട്ടോ. അതും ഇതും ഇത് അത് നോക്ക്. ചെറിയ കടി കറക്റ്റ് ഫീഡ്ബാക്ക് പറയും. സൂപ്പറാ. ഇതും കൂടി പറഞ്ഞോ. എന്തിനാ ഇവിടെ നിക്കണേ? പൊയ്ക്കോളി വരി. ഇവിടെ കാളായി അടുക്കളയിൽ. വെക്കാനാളുണ്ട്. പണ്ടും വെച്ചിങ്ങനെ ഞെട്ടിച്ചിന്. എന്തെങ്കിലും പ്രശ്നം ഞാൻ എന്റെ പരിക്കണ പോകും. പിന്നെ ആരാ തിന്നാണ്ടാക്കാം? ഇന്ന് പകരം പറയാൻ പറ്റുമോ? ഞാൻ പേടി ഇനി വെച്ചങ്ങനെ പറയില്ല. കാരണം വെച്ച് പോയാൽ അങ്ങനെ ഓരോന്നാക്കി കുട്ടിയൊക്കെ കൊടുക്കും. സാധനം തെറ്റല്ലേ? നാവ് ചൊറിയാലോ. ഒന്നും ഇട്ടിട്ടില്ലല്ലോ. ഇല്ല. അപ്പസോടെ ഇട്ട നാവ് ചൊറിയോ? അപ്പസോടെ നല്ല ഇട്ടിക്കണമെങ്കിൽ ചൊറിയും. എത്ര ഇട്ടിക്കണേ? അബേ ഞാൻ ഇന്നാളെന്നെ ആ അണ്ടിപ്പരിപ്പ് പൊടിച്ചിട്ട് വീഡിയോയിൽ കണ്ടതാ. നെയ്യ് പറഞ്ഞ വീഡിയോയിൽ കണ്ടത്. എന്താ ഞാൻ മേടിച്ച് വെച്ചിട്ട് ആട്ട് ഇടുക്കല അല്ല. എന്നാലേ നല്ല ചൊറിയുണ്ടോ? ഒരു ചെറിയ ഇങ്ങനെ ഒരു ഇതാണോ അങ്ങനെ കുഴപ്പമില്ലെന്ന് പറയാം. ഇത് ബാസിലിന്റെ ഇല്ല. ബാസിലിന്റെ ഉമ്മാന്റെ നല്ല ചൊറിയുണ്ടോ? കുടുംബക്കാരാണ്. എവിടെ മാത്രം? അവിടെ പറ്റിയിട്ടുള്ളൂ. അല്ല അടിക്ക് പോയ ഇവിടുന്ന് വേദന വരുമൊന്നുമില്ലല്ലോ. മേലെ തന്നെ അറിയുള്ളൂ. ഒരു പൊട്ടും കൂടി നിന്നോക്കെ. അല്ല അന്നേരോ ഇത് കഴിച്ചാ മാറും. ഇതിന്റെ ചെറിയ പൊട്ട് കഴിച്ചു നോക്ക്. ഇല്ലേ അപ്പൊ ആയിക്കോട്ടെ. ഇപ്പൊ എനക്ക് നമ്മളൊക്കെ അങ്ങനെ ഒരു ഇതായില്ലേ? ചൊറിയോ? എന്തോ നോമ്പ് പറ്റില്ലെങ്കിൽ പടച്ചോ അങ്ങനെ ചൊറിപ്പിച്ചൊക്കെ ചെയ്യും. ഒരു പൊട്ടുണ്ടി നിന്നാ ഈ ഭാഗത്ത് എന്തായാലും ഉണ്ടാവില്ല. മറ്റേ എന്തായാലും ചൊറി. ഇതിന്റെ പൊട്ട് ഇതില് കുറച്ചിട്ടുള്ളൂ. ഇതായാലും മുക്കി പറഞ്ഞില്ല. അപ്പൊ എനിക്കിത് മനസ്സിലാകുന്നോ? തിന്നലെ നിർത്തിയ പ്രശ്നമാണ്. നിക്കാതെ കഴിച്ചോണ്ടിരിക്കണം. ഇത് നിർത്തിയ ചോറിയുണ്ട്. ഇനി ഇവിടുത്തെ തിന്നോറ് നോക്ക്. നടുവിലുണ്ടാക്കട്ടെ. ഇതൊക്കെ വാപ്പാക്ക് കൊടുക്കാല്ലോ. വാപ്പാക്ക് അല്ലേ തന്നെ അസുഖങ്ങളിലെ ആൾക്കാരോ. നിക്കാതെ തിന്ന് അപ്പൊ ചൊറിയില്ല. കുഴപ്പമില്ലല്ലോ. എന്നാ പിന്നെ ലാസ്റ്റ് ഒരു വെട്ട് ചോറുള്ളൂ. നിർത്തി നിർത്തി തിന്നാൽ ഇടക്കിടക്ക് ചോറി. കുഴപ്പമില്ലല്ലോ. ഞാൻ പറയുന്ന മനസ്സിലാണെങ്കിൽ ഉണ്ടോ? ഇല്ലല്ലോ. ആ പ്രശ്നമില്ല. ഇനി ഇത് ഒന്ന് പേടിച്ചിട്ടാ. ഫ്ലേവർ പോണിന്റെ മുമ്പ് ഈ കരിഞ്ഞോ? നല്ല എടുത്തോ. കരിഞ്ഞ മാവ് കുടിച്ചിട്ടില്ല. അതാ രസം. മൈദല്ലേ ഞാനോ? മൈദ നല്ല മുക്കി പറഞ്ഞല്ലോ. എങ്ങനെയുണ്ട്? നടുവിലാണേ. എങ്ങനെയുണ്ട്? പൊളി. ഓവർ കോൺഫിഡൻസ് ആണെന്ന് കരുതരുത്. ഇങ്ങനെ ആയിപ്പോയി. കൈപ്പുണ്ണി ഒന്നായിട്ട് ഇറങ്ങിപ്പോയി. ഇതൊക്കെ ആവശ്യമുള്ളതാണേ. മതി മതി. കളിയാക്കിയവരുടെ വായടപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഡിഷും കൊണ്ടുവരുന്നത്. അപ്പൊ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി നോക്കിക്കൊള്ളാം. സാധനം കഴിച്ചാല് 100% ഓക്കെ കിട്ടുന്ന സാധനം. അസൽ എന്നാ പറഞ്ഞത്. കൂടെ അങ്ങനത്തെ വാക്കാനും ഉപയോഗിക്കില്ല. സൂപ്പർ എന്നൊക്കെ പറയില്ലേ. പിന്നെ ചൊറിയില്ലല്ല. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ടെസ്റ്റിനേഷൻ കൂടി എടുത്തോട്ടോ.